നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്വീഡനിൽ ബിബിലോത്തെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറി. നമ്മുടെ നാട്ടിലെ വായനശാല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബിബിലോടെക് എന്നാണ് സ്വീഡനിലെ ലൈബ്രറിക്ക് പറയുക. അവിടേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കാരണം അവിടെ നമുക്കൊരു കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബുക്സ് എടുത്തിട്ടുണ്ട്. ആ ബുക്സ് കൊടുക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ ഈ ബിബിലോടെക്കിലേക്ക് പോകണമെങ്കിൽ ഒരു കാർഡ് ആവശ്യമുണ്ട്. ഒരു അടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കാർഡ് കിട്ടും. ഈ കാർഡ് വെച്ച് നമുക്ക് കാർഡ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാസ്കോഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ബിബിലോടെക്കിലേക്ക് നമുക്ക് എൻട്രി വരുന്നത്. ബിബിലോടെക്കിലേക്ക് നമ്മൾ ഈ പാസ്കോഡ് അടിച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. നമുക്ക് രാവിലെ 9 മണി മുതൽ 8 മണി വരെ ഉള്ള ടൈമിൽ നമുക്ക് അവിടെ പോവാം, എൻ്റർ ചെയ്യാം, നമുക്ക് പഠിക്കാം, ബുക്കുകൾ എടുക്കണമെങ്കിൽ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചിലപ്പോൾ ആളുണ്ടാവും, ചിലപ്പോൾ ആളുണ്ടാവില്ല. ആളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ബോധറേണ്ട ആവശ്യമില്ല. നമുക്ക് ആക്സസിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബുക്ക് ഉണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് മോക്ക് വേണ്ടിയിട്ട് 2-3 ബുക്ക് എടുത്തിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്യും, അത് സെൻസർ വെച്ചിട്ടാണ് ബുക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ബുക്ക് എടുക്കുകയും ചെയ്യാം. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ അവിടെ എന്താ പറയുക, ഇപ്പം ബുക്ക് നമ്മളൊരു പോക്കറ്റ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, സെൻസർ വെച്ചിട്ട് ആ ബുക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സ്റ്റോറിങ് ഏരിയ ഉണ്ട്. അവിടെ കൊണ്ട് ബുക്ക് വെക്കുക. അതേപോലെ തന്നെ ബുക്ക് എടുക്കണമെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം, നമ്മളുടെ ആ ആപ്ലിക്കേഷനിൽ ചെക്ക് ചെയ്യാം നമ്മൾ എത്ര ബുക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര ബുക്ക് നമ്മളെ കയ്യിൽ ഓൺ ഹാൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ആരും വേണ്ട അതിനൊന്നും. അതൊക്കെ ഡിജിറ്റൽ സിസ്റ്റമാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് 2-3 ബുക്ക് എടുത്തു. അതേപോലെ തന്നെ എടുത്ത ബുക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്രിൻ്റ് ഔട്ട്സ് എടുക്കാനുള്ള. ആ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം, നമ്മൾ ഇവിടുത്തെ ഒരു പേഴ്സണൽ ID വെച്ചിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണോ എടുക്കേണ്ട ഡാറ്റാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സെൻഡ് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി എന്താവും, അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് വന്ന് തുടങ്ങും. അതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ളൊരു പേയ്മെൻറ്റ് 4 ക്രോൺസ് ആണ് ഒരു പ്രിൻ്റ് ഔട്ട്സിന് ഇവിടെ എടുക്കുന്നത്. സോ ഒരു 4 പ്രിൻ്റ് ഔട്ട്സ് ഉണ്ടെങ്കിൽ 16 ക്രോൺസിനടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പം പ്രിൻ്റ് ഔട്ടായിട്ട് നമുക്ക് അതിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ടായിട്ട് നമ്മളെ കയ്യിലേക്ക് അത് വരും. അവിടെ ഒരാളും ഉണ്ടാവില്ല. നമ്മൾ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റമാണ് എൻറ്റയർ സ്വീഡനിലുള്ളത്. സോ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, കാര്യം ചെയ്യുക, ക്ലിയർ ചെയ്യുക, ഫ്രണ്ട് ഡോർ എടുക്കുക, പോരുക. വളരെ നല്ലൊരു സിസ്റ്റമാണ്. കാരണം നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു സിസ്റ്റം വൺസ് അറിഞ്ഞാൽ മാത്രം മതി. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പോവാം, നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, നമ്മളെ പരിപാടി കഴിയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു സംസ്കൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു ഇതുണ്ട്, പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷൻ, അങ്ങനത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസ്കൃതിയുടെ ഒരു പരിപാടിയിലേക്ക് പോയി. അവിടെ നല്ല ഡാൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. വളരെ നല്ല ഫണ്ണായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു.